ഇന്നത്തേത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു കോംബോ റെസിപ്പിയാണ്. നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ശരിക്കും അവരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ്. പാപ്പുട്ടും ചിക്കൻ ഗീ റോസ്റ്റാണ് ഏട്ടാ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടി ചെറിയ തരികളോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെടുത്തിട്ടുള്ളത് നമ്മുടെ പാക്കറ്റ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചൂടാക്കുകയൊന്നും വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ. ഇനി ഇത് മിക്സാക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ആ ഒരു സമയം കൊണ്ട് പുട്ടുപൊടി നമ്മുടെ പാലൊക്കെ ഒന്ന് വലിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് കുതിർന്ന് വന്നോണം കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കുക. ഏകദേശം ഇത് 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയും പാലൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലായിട്ട് ആ ഒരു അളവിൽ. തേങ്ങ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, എക്സ്ട്രാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമേ. എന്നിട്ട് ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി നല്ല തിക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ 2 സ്പൂണും കൂടി പാലും കൂടി ഒഴിച്ചിട്ടാണ് മിക്സാക്കുന്നത്. കാരണം ഓവർ തിക്കാവാൻ പാടില്ല. ഈ ഒരു സ്പൂണിൽ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഈ ഒരു പരുവയില്ലേ, ഈ ഒരു ലൂസിൽ നമുക്ക് മാവ് വേണം കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 to 20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പിന്നെ ഓരോ ഫ്ലെയിമിന് വ്യത്യാസത്തിനനുസരിച്ചിട്ട് മാറ്റം വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പാപ്പുട്ട് റെഡി ആയിട്ട്. ഇനി ഒന്ന് ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഏത് രീതിയിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഏത് ഷേപ്പിലും കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂർഗ് സ്പെഷ്യൽ പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റിന് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് അതിനൊരു സ്പെഷ്യൽ മസാല പൗഡർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ഫെന്നൽ സീഡ്സും ക്യുമിൻ സീഡ്സും ആണ്. പിന്നെ ഒരു 2-3 പിഞ്ച് ഉലുവ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ 1 ഏലക്കായും 2 ചെറിയ പീസ് അളവിൽ പട്ടയാണ് എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് അയക്കാൻ ഭയങ്കരമായിട്ട് ടേസ്റ്റ് മാറ്റം വരും. പിന്നെ 5-6 കാശ്മീരി വറ്റൽമുളകും നോർമൽ സാധാ വറ്റൽമുളകും ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എരിവ് നോക്കിയിട്ട് മാറ്റം വരുത്തുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേണം മിക്സാക്കിയിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കാൻ. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് റോസ്റ്റ് ചെയ്ത് കളറൊന്നും മാറ്റിയെടുക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സൈസ് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുക്കുക. അത് കുറച്ച് മുന്നേ ഞാൻ കുതിർത്ത് വെച്ചേനെ കേട്ടോ, ഒരു 5-10 മിനിറ്റ് മുന്നേ. അത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇത് അതിൻ്റെ നീര് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുളി കൂടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ അത്യാവശ്യം പുളി പാകത്തിന് വേണം ആ ഒരു രീതിയിൽ. കാരണം നമ്മളിതിലേക്ക് വേറെ തക്കാളി കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് 1/2 കപ്പ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 കപ്പ് ആദ്യം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് എത്ര വെള്ളമായി എന്ന് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒട്ടും തരികളില്ലാതെ. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ള ഈ ഒരു ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1 കിലോ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഇതേ രീതിയിൽ ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുളി കുറവുള്ള തൈരാണെങ്കിൽ ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ഇല്ലേ അത് മൊത്തത്തിലായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. മസാല പേസ്റ്റ് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈം ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അല്ലെങ്കിൽ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചതിന് ഒന്നുകൂടി ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ ഗീ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഈ ഒരു പാനിലേക്ക് 4 to 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗീ ഇല്ലേ അതന്നെ വേണമായിട്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഓയിലും വെളിച്ചെണ്ണയും ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ആ ഒരു റോസ്റ്റിന് നല്ല തിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക കേട്ടോ. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇട്ടതാണ്, എന്നാലും ആ ഒരു സവാള ഇതിലേക്ക് വേണ്ടുന്നത്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ ഫ്രൈ ആവുന്ന ആ ഒരു ടെക്സ്ചറിലൊക്കെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ, സോഫ്റ്റ് ആയിട്ടല്ലാതെ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം മൊരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല അടക്കം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക, ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ. അപ്പോൾ ആ ഒരു ബൗളിൽ കുറച്ചൊന്ന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയും ആ ഒരു ചിക്കനും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൗളിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് അതും കൂടി കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചിക്കനാണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ റോസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് മാത്രം മതി. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒരു പകുതിയോളം ഒന്ന് വെന്ത് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്നങ്ങ് ഇളക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഏതാണ്ട് ഒരു പകുതിയോളം വേവട്ടെ. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് പകുതിയിലധികമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഇനിയിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്നിട്ട് തന്നെ ഈ ഒരു വെള്ളം മൊത്തത്തിൽ അങ്ങ് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് രൂപത്തിലാക്കി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ടേ. ഇനി ഇതുപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇടയ്ക്കിടെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ടാൽ മാത്രം മതി. ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആ ഒരു മസാല പൗഡർ റെഡിയാക്കിയാൽ പിന്നെ ഇടയ്ക്കിടെ നമുക്ക് മസാല കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്നങ്ങ് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഏതാണ്ട് എണ്ണയും തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഒന്നുകൂടി 1-2 ഐറ്റംസ് മെയിനായിട്ടുള്ള ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ to 2 ടീസ്പൂൺ അടുത്തായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്, അതായത് വെള്ളം ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ചേർക്കുന്നത്. ഒരുപാട് കൂടാനും പാടില്ല കേട്ടോ. കാരണം ആ ഒരു പുളിയും ശർക്കരയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതാ കുറച്ചുകൂടി ഒന്ന് ഞാനങ്ങ് റോസ്റ്റ് ചെയ്തെടുത്ത് നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റേജ് വരെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോംബോ. ഇങ്ങനെ അടിപൊളിയല്ലേ, നല്ല സിമ്പിളുമാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്